ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈമാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പുതിയ തരം തട്ടിപ്പിൻ്റെ കാര്യത്തെപ്പറ്റി നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങളെല്ലാം ഇത് കേട്ടിട്ട് നിങ്ങൾക്കറിയാവുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇത് സാധാരണപ്പെട്ടവർക്കാണ് ഇത് കൂടുതലായിട്ടും ഇത് ഇങ്ങനെയുള്ള തട്ടിപ്പ് തന്നെ ഇരയാകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ തട്ടിപ്പുകാരെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കടകളിലായിരിക്കും കൂടുതലായിട്ട് കേന്ദ്രീകരിക്കുന്നത്. കടകൾ വന്നിട്ട് നമ്മുടെ കടയിലോട്ട് വരും. വന്നിട്ട് നമ്മളുടെ കടയിൽ ഒരു കുറേ സാധനങ്ങൾ അങ്ങ് ഓർഡർ ചെയ്യും. 10, 6000, 7000 രൂപയുടെ സാധനങ്ങൾ അങ്ങ് ഓർഡർ ചെയ്യും. ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ എടുക്കാനാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കടയിൽ നിന്ന് സാധനങ്ങളെല്ലാം എന്തൊക്കെയാണോ ഒരുപാട് സാധനം നമ്മുടെ കടയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്യും. ഓർഡർ ചെയ്തിട്ട് അവർ പറയും, ശരി, ഞാൻ പോയി വണ്ടി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയും. വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോപ്പിൽ നിന്ന് വിളിക്കത്തില്ല, നമ്മുടെ സ്റ്റോപ്പിൽ നിന്ന് തൊട്ടടുത്ത സ്റ്റോപ്പിൽ ചെന്ന് വിളിക്കും. അത് കാരണം എന്ന് വെച്ചാൽ തൊട്ടടുത്ത സ്റ്റോപ്പുകാർക്ക് നമ്മുടെ ഈ സ്ഥലം അറിയാമല്ലോ. അപ്പോൾ അവിടെ ചെന്നിട്ട് പറയും ഇന്ന കടയിലോട്ട് വരാൻ പറയും. എന്നിട്ട് നമ്മുടെ ആ ഓട്ടോക്കാരൻ വന്ന് കടയുടെ വാതൊക്കെ കിടക്കുകയും എന്നിട്ട് നമ്മൾ ഈ സാധനം എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളോട് ചോദിക്കും, ഇതിന് എന്തുവാ 200 രൂപ തരാനുണ്ട്. 200 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ 200 രൂപ തരാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ 200 രൂപ തരാൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 200 ഉണ്ടെങ്കിൽ 200 കൊടുക്കും. ഇപ്പോൾ വരാം, കടയിൽ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളാണ്. പിന്നെ ആ വണ്ടി തിരിച്ചു വരത്തില്ല. നമ്മളോട് മാത്രമല്ല 200 ചോദിക്കുന്നത്, വരുന്ന ഓട്ടോക്കാരനോടും മേടിക്കും പൈസ. അങ്ങേർക്കൊരു കുപ്പിക്കുള്ള പൈസയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓട്ടോക്കാരനോടും മേടിക്കും, നമ്മളോടും മേടിക്കും. അപ്പോൾ അങ്ങനെ ആ പൈസ കൊണ്ടാണ് പിന്നെ പോകുന്ന വണ്ടി പിന്നെ നമ്മൾ തിരിച്ചു വരത്തില്ല. നമ്മൾ അത്രയും സാധനങ്ങളും എടുത്ത് വയ്ക്കും. നമ്മുടെ അത്രയും നേരത്തെ കഷ്ടപ്പാട്. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് അറിയാം, നമ്മുടെ സാധനം പോയില്ലല്ലോ എന്നുള്ള ആ ഒരു ആശ്വാസത്തിൽ നമ്മൾ പിന്നെ ഓർക്കും, കേസിനൊന്നും പോകണ്ട, നമ്മുടെ സാധനമൊന്നും പോയില്ലല്ലോ, പോയാൽ ഒരു 200 രൂപ. അപ്പോൾ എത്ര പേർ 200 രൂപയാണ് പോകുന്നതെന്ന് ആലോചിക്കണം. അതുകൊണ്ടാണ് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ഞാൻ അനുഭവസ്ഥയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് പറയുന്നത്. കാരണം നമ്മുടെ കടയിൽ വന്നിട്ട് ഒരാൾ ഒരു 4 മണിയായപ്പോൾ വന്നിട്ട് പറഞ്ഞു, അരി, ചാക്കരി, അതിനും പറ്റിയ സാധനങ്ങൾ ഫുള്ള്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കടയിലോട്ട് ഇത്രയും വരുമ്പം സാധനങ്ങളുടെ ഓർഡർ വരുമ്പോൾ നമുക്കൊരു സന്തോഷം, ഉള്ളിലൊരു സന്തോഷവും കാര്യങ്ങളും അതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തും കേട്ടോ. നമ്മുടെ ആ സന്തോഷം എല്ലാം നമുക്ക് തന്നിട്ട് നമ്മൾ ഇത്രയും സാധനം എടുത്ത് ഇതെല്ലാം തൂക്കിയല്ലേ എടുക്കേണ്ടത്. കടല, പരിപ്പ് അതെല്ലാം തൂക്കിയെടുത്തിട്ട് നമ്മൾ ബില്ലിട്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചില്ലറ ചോദിക്കുന്നത്. 200 രൂപ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഞാനിങ്ങനെ ഡ്രോ നോക്കിയപ്പോൾ 200 ഇല്ല. ഞാൻ പറഞ്ഞു, ഇല്ലേ ചേട്ടാ, 500 ഉള്ളെന്ന് പറയും. അന്നേ 500 ഇങ്ങോട്ട്, ഞാൻ അപ്പുറത്തെ കടയിൽ നിന്നൊരു സാധനം വാങ്ങിക്കാനെന്ന് പറയും. അപ്പം നമ്മുടെ വിചാരം ഇത്രയും സാധനം എടുക്കാനുള്ള വ്യക്തിയല്ലേ, അപ്പുറത്തുനിന്ന് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാനാണെന്ന് വിചാരിച്ച് ഞാൻ ഈ 500 അങ്ങോട്ട് കൊടുത്ത് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഓട്ടോക്കാരനോട് പറഞ്ഞ്, ചില്ലറയുണ്ട് ചേട്ടാ, ഒരു 300 തരാമെന്ന്. അപ്പം അയാളും ആ അച്ഛനും 300 കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അറിയുന്നില്ല ഓട്ടോക്കാരനോട് മേടിച്ചെന്ന്. കുറേ കഴിഞ്ഞപ്പോൾ ഓട്ടോക്കാരൻ വന്നിട്ട് ചോദിച്ചു, മോളെ ഇത് കൂട്ട് അയാളെ പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടാ, ഇങ്ങോട്ട് വന്ന് ഇത്രയും സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്ത് വണ്ടി വിളിച്ചുകൊണ്ട് വന്ന് ഈ ചേട്ടനെ സ്ഥിരം വിളിക്കുന്ന ആളാണെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ, അല്ല മോളെ, ഞാൻ അപ്പുറത്തെ അടുത്ത സ്റ്റോപ്പിൽ കിടന്ന് ഓടുന്ന ഓട്ടോയാ, എന്നെ വന്ന് വിളിച്ചാന്ന് പറഞ്ഞു. എൻ്റെ നിന്ന് 300 രൂപ മേടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ, എൻ്റെ നിന്ന് 500 രൂപയും മേടിച്ചെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ നിന്ന് 500, അയാളുടെ നിന്ന് 300, പിന്നെ ആ വണ്ടി തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ നമ്മുടെ കരുവാറ്റ ഒരു കടയിൽ ചെന്നിട്ട് അയാൾ പച്ചക്കറിയുടെ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ട് ഒരുപാട് സാധനങ്ങളെല്ലാം മുറിച്ച് എല്ലാം എടുത്ത് വെച്ചിട്ട് ശേഷം അയാൾ ഓട്ടോക്കാരനോട് മാത്രം അന്നേരം 200 രൂപ വാങ്ങി. വേറെ ഏതോ ഓട്ടോക്കാരനാണ്, അയാളോട് 200 മേടിച്ചിട്ട് അയാൾ അന്നേരം സ്ഥലം വിട്ട്. അപ്പോൾ ഇതാണൊരു തട്ടിപ്പ്. നമ്മുടെ കടയിൽ വന്ന് മാക്സിമം സാധനങ്ങൾ ഓർഡർ ചെയ്യും. ഓർഡർ ചെയ്തതിൻ്റെ ഇടയ്ക്ക് നമ്മളോട് ചോദിക്കും 200 രൂപ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ മാക്സിമം അയാളെ പിടിക്കാനുള്ള ശ്രമം നോക്കണം. കാരണം 200-ലാണ് അയാളുടെ തുടക്കം. അപ്പോൾ ഈ ആളെ ഒന്ന് കണ്ടു കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം അത് പോലീസിനെ അറിയിക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത് വരുന്നത്. നമ്മുടെ എത്ര നേരത്തെ കഷ്ടപ്പാടിൻ്റെയായിരിക്കും 500 രൂപ. പോട്ടെ, നമ്മൾ ഓർക്കും 500, ആ ഓട്ടോക്കാരൻ അച്ഛൻ എത്ര നേരം ഓടി ഉണ്ടാക്കിയത് ആ 300 രൂപ. നമ്മളൊന്ന് ചിന്തിക്കണം. രാവിലെ മുതൽ ആ അച്ഛൻ ഓടി ഉണ്ടാക്കിയ പൈസ ആ 300. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ അരി സാധനം പോയില്ലല്ലോ, ആ ഒരു സമാധാനം നമുക്കുണ്ട്. അങ്ങനെ ഈ പച്ചക്കറിക്കാരും അവരും രാവിലെ മുതൽ കടയിലിരിക്കുക. അപ്പം
ഞാനിത് വീഡിയോ ചെയ്യേണ്ടെന്ന് ഓർത്തിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ പച്ചക്കറി കടയിലും ഇങ്ങനെ വന്നത് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കടക്കാരെല്ലാം ജാഗ്രതയായിട്ടിരിക്കുക. നിങ്ങൾ ഇങ്ങനെ ഒരു വ്യക്തിയെ കാണുകയാണെങ്കിൽ മാക്സിമം ഇങ്ങനെ വന്ന് സാധനം ഓർഡർ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ നമ്മളൊരു കള്ളനാണെന്ന് ഒരിക്കലും പറയത്തില്ല. കാരണം ഒരു കറുത്തൊരണ്ണനാണ്, നമ്മുടെ ഒരു നാട്ടിൻപുറത്തൊക്കെ ഉള്ള സാധാരണപ്പെട്ട ഒരു മനുഷ്യനുണ്ട്, അതേ ഒരു വ്യക്തി കറുത്ത് ഒരു കയ്യിലേക്ക് കൊടുത്ത് സാധാ നമ്മളൊരു നാട്ടിൻപുറത്തിലെ ഒരു മനുഷ്യനുണ്ടല്ലോ, ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ, ആ ഒരു മനുഷ്യൻ്റെ ലുക്കാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷെ നമ്മളെ ചതിക്കാനാണ് ആ നിഷ്കളങ്കത കാണിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളെല്ലാവരോടും ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുകൂട്ട് കടക്കാരോട് വന്ന് ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണം. ഒരുപാട് സാധനങ്ങൾ നമുക്കറിയാൻ വയ്യാത്തവർ വന്ന് ഇത് വരുമ്പോഴേ നമ്മൾ ആ നമ്പർ, കാരണം നമ്പരെന്ന് വെച്ചാൽ ആ ബൈക്കിൽ തുരുമ്പ് പിടിച്ച് കാരണം നമ്പർ വ്യക്തമല്ല. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് നിങ്ങളൊന്ന് ആ ബൈക്കൊന്ന് നോക്കണം. അയാൾ വരുന്ന ബൈക്കിലാണ് വരുന്നത്, ആ ബൈക്കൊന്ന് നോക്കണം. തുരുമ്പ് പിടിച്ചാണെങ്കിൽ അപ്പോൾ ആ വ്യക്തി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ 200 രൂപ ചോദിക്കുന്നുണ്ടോ എന്നൂടെ നോക്കിയിട്ട് വേണം നമുക്കത് പോലീസിനെ ഇൻഫോം ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യണം. കാരണം നമ്മൾ ഇത് മാക്സിമം ഷെയർ ചെയ്യണം. കാരണം സാധാരണപ്പെട്ടവരുടെ പൈസയാണ് ഈ പോകുന്നത്, കാശുകാരെയല്ല, സാധാരണപ്പെട്ട മനുഷ്യരെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഇയാളെ ഒന്ന് പിടിക്കാനൊന്ന് സഹായിക്കണം. ഏതിരുട്ടത്ത് കണ്ടാലും എനിക്ക് അയാളെ അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.